ഒരു സാധകനിൽ അരുൾപ്പെരും ജ്യോതി പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ ചേതന വികസിക്കുന്നു. ചേതനയിൽ മയങ്ങിക്കിടന്നിരുന്ന ജ്ഞാനബോധമുണരുന്നു. അത് അതിൻ്റെ ആത്യന്തികമായ തലത്തിലേക്ക് വളർന്ന് വികസിക്കുന്നു. അങ്ങനെ മരണമില്ലാത്ത ശരീരവും മരണമില്ലാത്ത ജീവിതവും അരുൾപ്പെരും ജ്യോതി സാധകന് നൽകുന്നു. അപ്പോൾ ഈ ജ്യോതി ഒരാളിൽ പ്രകാശിക്കാൻ തുടങ്ങുന്നതോടെ, ശിവജ്യോതി ഒരാളിൽ പ്രകാശിക്കാൻ തുടങ്ങുന്നതോടെ അയാളുടെ ചേതന വികസിക്കുകയും ആ ചേതനയിൽ ജ്ഞാനബോധം വികസിക്കുകയും ചെയ്യും. അയാൾ സർവജ്ഞാനിയായിത്തീരുന്നു, സർവശക്തനായിത്തീരുന്നു, സർവപ്രകാശമായി ജ്വലിക്കുന്നു. ഇതാണ് അരുൾപ്പെരും ജ്യോതി ഒരാളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി തരംഗങ്ങൾ. അപ്പോൾ അരുൾപ്പെരും ജ്യോതി ഒരു സാധകനിൽ പ്രകാശിക്കാൻ തുടങ്ങിയതോടുകൂടി അയാളുടെ ജീവിതം ശരിക്കും ജ്യോതി ശരീരമായി മാറുന്നു, ജ്യോതി ഹൃദയമായി മാറുന്നു. ഓരോ അണുവിലും ഈ ജ്യോതിസ് പ്രകാശം ചൊരിയുന്നു. അങ്ങനെ സർവനാഡികളും 77,000 നാഡികളും ജ്യോതി സ്വരൂപമായി പരിവർത്തനപ്പെടുന്ന കാഴ്ച നാം കാണുന്നു. അതോടെ അയാൾ അനശ്വരനായിത്തീരുന്നു, അമർത്യനായിത്തീരുന്നു. അങ്ങനെ മർത്യതയിൽ നിന്ന് അമർത്യതയിലേക്ക്, അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അശുഭത്തിൽ നിന്ന് ശുഭത്തിലേക്ക്, ഭയത്തിൽ നിന്ന് അഭയത്തിലേക്ക്, അങ്ങനെ ആ സാധകൻ ഉയർന്നു പറക്കുന്നു. അപ്പോൾ ചിതാകാശത്തിലേക്ക് പറന്നുയരുന്ന ഒരു ഹോമപക്ഷിയായി ഈ സാധകൻ മാറുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ചിതാകാശ വെളിയിലേക്ക് സാധകൻ പ്രവേശിക്കുന്നു. അതായത് പരവെളി എന്ന് പറയുന്ന മേൽ ആധാര ചക്രങ്ങളുണ്ട്. അതായത് കീഴാധാര ചക്രങ്ങളുമുണ്ട്, മേലാധാര ചക്രങ്ങളുമുണ്ട്. ഇവിടെ വള്ളലാർ രാമലിംഗസ്വാമികൾ പറയുന്നത് മേലാധാര ചക്രങ്ങളെ കുറിച്ചിട്ടാണ്. സ്വാധിഷ്ഠാനം, മണിപൂരകം തുടങ്ങിയ കീഴാധാരങ്ങളുണ്ട്. ആ കീഴാധാരങ്ങൾക്കും അപ്പുറം, സഹസ്രാരത്തിനും അപ്പുറമുള്ള മേലാധാരങ്ങൾ, അല്ലെങ്കിൽ ശിരസ് മുതൽ മേൽപോട്ടുള്ള മേലാധാരങ്ങൾ. ഈ മേലാധാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പരവെളി എന്ന് പറയുന്ന ആകാശവെളി, ചിതാകാശവെളി. ആ ചിതാകാശവെളിയിലേക്ക് പ്രവേശിക്കുന്നതോടെ അയാളുടെ ഹൃദയം, അയാളുടെ ചേതന വികസിക്കുകയും അത് ജ്ഞാനസ്വരൂപനായി സാക്ഷാൽ സദാശിവനായി പ്രശോഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു സാധാരണ വ്യക്തി സദാശിവനായി പരിവർത്തനപ്പെടുത്തുന്ന അത്ഭുതകരമായ അരുൾപ്പെരും ജ്യോതിയാണ് ഇവിടെ സാധകനിൽ പ്രകാശിച്ച് നിൽക്കുന്നത്. ഈ അരുൾപ്പെരും ജ്യോതിയുടെ പ്രകാശത്തെക്കുറിച്ച് വർണ്ണിക്കാൻ ആർക്കും കഴിയില്ല. വാക്കുകൾക്കും മനസ്സിനും അതേപോലെ മറ്റെല്ലാ ഭാവങ്ങൾക്കും അപ്പുറം നിറഞ്ഞു നിൽക്കുന്ന ഈ അരുൾപ്പെരും ജ്യോതിയുടെ പ്രകാശധാരയെ വർണ്ണിക്കാൻ ആർക്കും കഴിയില്ല. അത്രയ്ക്ക് അത്യുജ്വലമായ ഒരനുഭൂതിയാണ് ഈ അരുൾപ്പെരും ജ്യോതി നമുക്ക് നൽകുന്നത്. ഇത് തന്നെ തിരുമൂലദേവൻ തിരുമന്ത്രത്തിൽ വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം കൂടി നോക്കാം. തിരുമൂലരുടെ തിരുമന്ത്രത്തിലെ 4-ാം തന്ത്രത്തിൽ അജപ മന്ത്രത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സമയത്താണ് തിരുമൂലദേവൻ ഇതിനെ വിവരിക്കുന്നത്. അതിൻ്റെ മലയാള അർത്ഥം മാത്രം നമുക്ക് നോക്കാം. ദേവതാലക്ഷണം പൊരുന്തിയ ശിരസിൻ്റെ വലതുഭാഗത്തായാണ് ദേവന്മാർ കുടിയിരിക്കുന്ന ചിദംബരമെന്ന തിരുവമ്പലമെന്ന
പൊതുവിൽ പറഞ്ഞു വരാറുള്ള ആ ചിതാകാശവെളി. ഈ ചുറ്റമ്പലത്തിലെ ശിരസിൻ്റെ വലതുഭാഗം തന്നെയാണ് ആനന്ദാത്ഭുതങ്ങൾ നിറഞ്ഞ ശിവം കുടിയേറിയ പൊന്നമ്പലം അഥവാ ചിറ്റമ്പലം. ശിവൻ തൻ്റെ അനവരത താണ്ഡവം നടത്തുന്ന ഇടം ഇവിടമാണ്. പ്രളയാഗ്നികാലത്തിൽ പ്രളയതാണ്ഡവം നടക്കുന്നതും ഇവിടെ തന്നെയാണ്. സംഹാരകാലത്തിൽ രുദ്രതാണ്ഡവത്തിൽ ഉറവിടവും ഇവിടം തന്നെയാണ്. അതായത് ചിറ്റമ്പലം, ചിദംബരം. ആ ചിദംബരമാകുന്ന ശിരസിൻ്റെ വലത് ഭാഗത്താണ് ഈ ജ്യോതി പ്രകാശിക്കുന്നത്. അപ്പോൾ ശിരസിൽ അതിൻ്റെ വലത് ഭാഗത്താണ് ചിറ്റമ്പലം, ചിദംബരം, ചിതാകാശവെളി കുടികൊള്ളുന്നത്. അതായത് ശിരസിൻ്റെ വലതുഭാഗം എന്ന് പറയുന്നത് പീനിയൽ ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ്. അതിൻ്റെ മുൻവശമാണ് ഭ്രൂമധ്യം അഥവാ ആജ്ഞാചക്രം. അപ്പോൾ ഈ ശിരസിൻ്റെ വലതുഭാഗം എന്ന് പറയുന്ന ആ ഭാഗത്തെക്കുറിച്ച് ഇപ്പോൾ ആധുനികമായ പല ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. തിരുമന്ത്രത്തിലെയും അതേപോലെ തന്നെ അരുൾപ്പെരും ജ്യോതി അകവലിൻ്റെയൊക്കെ ഗവേഷണങ്ങൾ ശാസ്ത്രീയമായി പല രംഗങ്ങളിലും നടക്കുന്നുണ്ട്. 1993 ഗോഡ് പാർട്ടിക്കിൾ കണ്ടെത്തുന്നുണ്ട്. അതായത് ദൈവകണം. ഇഫ് ദ യൂണിവേഴ്സ് ഈസ് ദ ആൻസർ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ലിയോൺ ലെഡർമാൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിൽ ഈ ദൈവകണത്തെ കുറിച്ചിട്ട് പറയുന്നൊരു ഭാഗമുണ്ട്. പിന്നീട് ആ കണികയെക്കുറിച്ചിട്ട് ഒരുപാട് പഠനങ്ങൾ ആസ്ട്രോഫിസിക്സിൽ നടന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം 2024 മരിച്ച പീറ്റർ ഹിഗ്സിൻ്റേതാണ്. ഈ ദൈവകണത്തെ ടെസ്ലയുടെ ഈതറിൽ നിന്നും കൂടുതൽ ഡെവലപ്മെൻറ്റ് കണ്ടെത്തുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. നാസ സ്പേസ് ന്യൂസിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുണ്ട്. അതായത് ഡാർക്ക് എനർജിയെക്കുറിച്ചിട്ടും അതേപോലെ ആൻറ്റി മാറ്ററിനെ കുറിച്ചൊക്കെയുള്ള ഗവേഷണങ്ങൾ ഇപ്പോൾ ധാരാളമായി നാസയിലും മറ്റും നടക്കുന്നതായിട്ടാണ് നാസ സ്പേസ് ന്യൂസിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അരുൾപ്പെരും ജ്യോതി എന്നുള്ള ഈ കവിതയിലെ അരുൾപ്പെരും ജ്യോതിയെക്കുറിച്ചിട്ട് തന്നെ ഇപ്പോൾ ആസ്ട്രോഫിസിക്സിൽ കൂടുതൽ ഗവേഷണങ്ങൾ തമിഴ്നാട്ടിലെ യുവശാസ്ത്രജ്ഞന്മാർ നടത്തുന്നുണ്ട്. അതിലൂടെ അവർ വള്ളലാരുടെ കവിതകളിലെ ആ ലൈറ്റ് എനർജിയെ കൂടുതൽ ശാസ്ത്രീയമായ തലങ്ങളിലേക്ക് കൊണ്ടെത്തുകയും ആ ഗോഡ് പാർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെടുത്തുകയും ആസ്ട്രോഫിസിക്സിന് ഇതേവരെ കണ്ടെത്താൻ പറ്റാത്ത പുതിയ തലങ്ങളിലേക്ക്, അതായത് അനശ്വരതയിലേക്കുള്ളൊരു യാത്രയിലേക്ക്, അതായത് മരണമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ചില സങ്കല്പങ്ങളിലേക്കും ഗവേഷണങ്ങളിലേക്കും എല്ലാം തന്നെ ഇന്ന് തമിഴ്നാട്ടിലെ ചില യുവശാസ്ത്രജ്ഞന്മാർ പഠന ഗവേഷണങ്ങൾ നടത്തുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വള്ളലാരുടെ കവിതയ്ക്ക് ശാസ്ത്രീയമായ ഒരു അടിത്തറ കൂടി നൽകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ തിരുമൂലയുടെ തിരുമന്ത്രത്തെക്കുറിച്ചിട്ട് റഷ്യയിലും മറ്റും ഒരുപാട് ശാസ്ത്രീയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ശിരസിൻ്റെ വലതുഭാഗത്തെക്കുറിച്ചുള്ള ഒരുപാട് ഗവേഷണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അതൊക്കെ രഹസ്യമാക്കിയാണ് വച്ചിരിക്കുന്നത്. അതൊക്കെ ഇനി ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു തലത്തിലേക്ക് അതൊക്കെ പബ്ലിഷ് ചെയ്യപ്പെടുകയും അപ്പോൾ
രാമലിംഗ സ്വാമികളുടെയും അതേപോലെ തിരുമൂലദേവൻ്റെയുമൊക്കെ ഈ കണ്ടെത്തലുകൾക്ക് ശാസ്ത്രീയമായ വലിയൊരടിത്തറ ഉണ്ടാകുകയും ചെയ്യാൻ സാധ്യത ധാരാളമുണ്ട്. 18 സിദ്ധന്മാരുടെയും ആ തമിഴ് സിദ്ധ പരമ്പരകളുടെയും എല്ലാം തന്നെ കണ്ടെത്തലുകളും ദർശനങ്ങളും നമ്മളെ വീണ്ടും ഒരു മുരുകയുഗത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാം. ഇതൊക്കെയാണ് പുതിയ ചില ശാസ്ത്രീയ വിശകലനങ്ങൾ പഴയ സിദ്ധ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുന്നത്. അതെല്ലാം യുവശാസ്ത്രജ്ഞന്മാരാണെന്നുകൂടി ഉള്ളത് ശ്രദ്ധേയമാണ്. യുവാക്കളാണ് ഈ രംഗത്തിപ്പോൾ കൂടുതൽ ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓം ശിവായ നമഃ.